ഹായ്, വെൽക്കം ടു ഫേസ് ദിസ് ക്വസ്റ്റ്യൻ വിത്ത് മീ. ഞാൻ രേഖ. ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് ഒരുപാട് ഒരു ഓൺട്രപ്രണർ ജേർണിക്കൂടെ പോയ ഒരാളാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഫിനാൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് എനിക്കിന്ന് ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ്. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് അഡ്വക്കേറ്റ് KG അനിൽകുമാർ, MD ആൻഡ് ചെയർമാൻ ഓഫ് ICL Fincorp. സർ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ICL Fincorpന്റെ ആരംഭം എവിടെ നിന്നാണ് സർ? 1991 തുടങ്ങിയെന്ന് പറയുന്നത് ICL Fincorpന്റെ ഇൻകോർപ്പറേറ്റ് ചെയ്ത സമയമാണ്. പക്ഷെ അതിനേക്കാൾ മുമ്പ് തന്നെ ഏകദേശം 81 കഴിഞ്ഞപ്പോൾ തൊട്ട് ബിസിനസ് രംഗത്ത് കൈവച്ചിട്ടുണ്ട്. വിവിധ തലങ്ങളിൽ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇരിയാലക്കുട എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണം, വളരെ തലസ്ഥാനത്തിന്റെ സാംസ്കാരിക കേന്ദ്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെ SSLC ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്താണ് ഇരിയാലക്കുട ഒരു പ്രീമിയർ ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഫിനാൻസ് സ്ഥാപനം ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ കുറെ ധനികരൊക്കെ കൂടി ഉണ്ടായതാണ്. അവിടെ ധനികനല്ലാത്ത എൻ്റെ അച്ഛനും അതിൻ്റെ ഒരു MD ആയി. അപ്പോൾ അവിടെ മാനേജ് ചെയ്തിരുന്ന, കളക്ഷൻ ചെയ്തിരുന്ന ഒരാൾ ഇല്ലാണ്ടായിപ്പോൾ വെക്കേഷനിൽ നീ എന്നാ അവിടുത്തെ കളക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എടുക്കാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് തുടക്കം. ലോ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, ഞാൻ SSLC കഴിഞ്ഞിരിക്കുമ്പോഴാണ് പറയണത്. അപ്പൊ അതാണ് നമ്മളൊരു രംഗത്തേക്കുള്ള തുടക്കം. സൈക്കിൾ ബിസിനസ് കളക്ഷൻ ഏജന്റ് ആയിട്ട് ഇങ്ങനെ നടക്കുക. അവിടുന്ന് അങ്ങോട്ട് വിവിധ അച്ഛൻ എഞ്ചിനീയർ ആക്കണമെന്നും അമ്മയ്ക്ക് ഡോക്ടർ ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും മകൻ അന്ന് കുറെ പൊളിറ്റിക്സും കാര്യങ്ങളും ഒക്കെ വിദ്യാർത്ഥി രംഗമൊക്കെ ആണല്ലോ. ആ സമയമല്ല, ടീനേജ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞാണ് പിന്നെ വീണ്ടും ബിസിനസ്സിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരുപാട് ബിസിനസ്സുകളിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറയാൻ ഞാൻ ബേക്കറി തൊട്ട് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലെ ഒരു ബാങ്കിങ് സ്റ്റൈലിലുള്ള സാധാരണക്കാർക്ക് അവരുടെ നീഡ്സ് വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഒരു കുറവ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവിടെയാണല്ലോ ഈ വട്ടിപ്പലിശക്കാരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളുടെയൊക്കെ വളർച്ച അവിടേക്കാണല്ലോ വരണേ. അതൊക്കെ ശരിക്കും ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനൊരു ഫിനാൻഷ്യൽ രംഗം തെരഞ്ഞെടുക്കണം എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. ജേണി തുടക്കം അങ്ങനെയാണ്. ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി. അപ്പൊ അന്ന് അങ്ങനെ തോന്നിയ സമയത്തുണ്ടല്ലോ, ആദ്യം ഉണ്ടായിരുന്ന വെല്ലുവിളികൾ എന്തായിരുന്നു? സാമ്പത്തികമായിട്ടുള്ള സ്ഥാപനം തുടങ്ങിയെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ ധാരാളം ഉണ്ടാവണം. സംഘടന റിസോഴ്സ് നമുക്ക് കുറവായിരുന്നു. അതുപോലെ തന്നെ ഈ രംഗത്താണെങ്കിൽ പ്രത്യേകിച്ച് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ രംഗം അങ്ങനെ കടുത്ത മത്സരമുള്ളൊരു രംഗമാണ്. വൻ താപ്പാനകളുള്ളതിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ ഈ കൊച്ച് ഇതുമായിട്ട് ഇറങ്ങാൻ പോണത്. അപ്പൊ അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷെ അതൊരു നമുക്ക് ഉറപ്പായിരുന്നു ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും ആ നിലയിലേക്ക് വരാമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. എന്തായാലും ഇപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ്. എത്ര കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിലും ആ നിലകളിലേക്ക് ICL Fincorpന് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും നിർത്തി പോവാൻ തോന്നിയിട്ടുണ്ടോ സാർ? നമുക്കങ്ങനെ തോന്നിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് മെന്റൽ സ്ട്രെസ് വരാം, റിസോഴ്സുകളുടെ അഭാവം വരാം. ഒക്കെ അങ്ങനെ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന മെന്റൽ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് പലപ്പോഴും അത് നിർത്തി പോകാനൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിലും നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി, കോമൺ പീപ്പിൾസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് അതിന് ഇത്തരത്തിലുള്ള സ്ഥാപനത്തെ നമുക്ക് എന്ത് മെന്റൽ സ്ട്രെസ് വന്നാലും നമുക്ക് ഓവർകം ചെയ്ത് പോയാലേ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും അങ്ങനെ പോകണം എന്നുള്ളതിൽ നമ്മൾ സിക്കോൺ ചെയ്തിട്ടില്ല. ആ ഒരു ഡിസിപ്ലിൻ, ആ ജീവിതത്തിലൊരു ചിട്ട എന്നൊക്കെ വരുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു അച്ഛനിൽ നിന്നും അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു? അച്ഛനിൽ നിന്ന് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അച്ഛനിൽ നിന്നാണ്. ഇപ്പൊ ഞാൻ ശരിക്കും പറയാന്ന് വെച്ചാല് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ കിട്ടിയതിനേക്കാൾ കൂടുതൽ അറിവും കാര്യങ്ങളാണ് അച്ഛനിൽ നിന്ന് കിട്ടിയത്. അച്ഛൻ വളരെ ഡിസിപ്ലിൻ ചെയ്തുള്ള ഒരാളായിരുന്നു. പിന്നെ അച്ഛനെ പോലെ ആകാനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അത്ര എത്താനോ ഒന്നും സാധിച്ചിട്ടില്ല. കാരണം അച്ഛൻ അത്രയും വലിയൊരു രീതിയായിരുന്നു. എപ്പോഴും ഒരു
നർഗിയോ എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു അച്ഛൻ്റെ ഉണ്ടായിരുന്നത്. പിന്നെ അച്ഛനിലൂടെ നമുക്ക് ഒരുപാട് പഠിക്കാനും, അച്ഛൻ ഈ ഇവിടുത്തെ മഹാത്മാഗാന്ധി റീഡിംഗ് റൂം ലൈബ്രറി എന്ന് പറയുന്ന വിക്ടോറിയ രാജ്ഞി തറക്കല്ലിട്ട് ആരംഭിച്ച ലൈബ്രറിയാണ്. ആ ലൈബ്രറിയുടെ 43 കൊല്ലത്തോളം സെക്രട്ടറി ആയിരുന്നു. അപ്പൊ എനിക്കൊക്കെ 5 വയസ്സായപ്പോ തൊട്ട് ഞാൻ അവിടെ പോയിട്ട് ലൈബ്രറി എന്നുള്ള രൂപത്തിലൊക്കെ ആക്ട് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ബുക്കുകൾ കൂടുതൽ വായിക്കുക, ബുക്കുകൾ കൂടുതൽ കാണുക. പിന്നെ അച്ഛനാണെങ്കിൽ ഗാന്ധിജിയെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ആ രീതി നമുക്ക് കിട്ടിയത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വളരെ സഹായകമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിലൊക്കെ ഉപരി ഞാൻ സയൻസ് സബ്ജക്റ്റാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് യാദൃശ്ചികമായിട്ടൊരു സ്ഥാപനത്തിൽ അർജന്റായിട്ടൊരു ഇന്റേണൽ ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം. എന്നെ സംബന്ധിച്ച് അക്കൗണ്ട്സ് അറിയില്ല. അച്ഛനാണെങ്കിലോ അക്കൗണ്ട്സിലായിരുന്നു. ഒരുപാട് സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സ് ചെയ്തിരുന്നു. രാത്രി വിളിച്ചവനവരൊക്കെ ഇരുന്ന് അച്ഛൻ അക്കൗണ്ട്സ് ചെയ്തിരുന്നു. അന്നൊക്കെ മാനുവലാണല്ലോ. അപ്പൊ ഞാൻ അച്ഛനോട് പോയിട്ട് പറഞ്ഞു എനിക്ക് അക്കൗണ്ട്സ് പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നിർബന്ധമായി. ഇപ്പോ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് രാത്രി ഇരുന്ന് കഴിഞ്ഞപ്പോ അച്ഛനൊരു കടലാസിൽ അക്കൗണ്ട്സ് പറഞ്ഞു തന്നു. അത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ അന്നം കഴിക്കുവാൻ സഹായകമായ ഒന്നാണ്. ഞാൻ പഠിച്ചത് അച്ഛനിൽ നിന്നാണ് അക്കൗണ്ട്സ് പഠിച്ചത്. പിന്നെ ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളുടെ ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹിയറിംഗ് IT-ലടക്കം നമ്മൾ പല സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ സെയിൽ ടാക്സിലും ഇതിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര ബേസ്മെന്റ് ആയി നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, ചിലപ്പോൾ വേറെ ആർക്കും അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഒരു രാത്രിയിൽ ഒരു 1-2 മണിക്കൂർ കൊണ്ട് അക്കൗണ്ട്സിന്റെ ഫുള്ള് സാധനം പറഞ്ഞുതരാൻ കഴിയുന്ന ഒരു മനുഷ്യൻ എത്രയോ വലിയ ആളാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പലപ്പോഴും പോകുമ്പോൾ ഇത് മർക്കന്റൈൽ സിസ്റ്റം ആണെന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ അക്കൗണ്ട്സിന് ക്ലാസ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഒരു ചേഞ്ച് ചെയ്യുക. അപ്പൊ മർക്കന്റൈൽ സിസ്റ്റം ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അപ്പം തന്നെ പറയുന്നത് എന്താണ് ഈ സിസ്റ്റം എന്നോട് എന്തായാലും ലോകം എന്നോട് ചോദിക്കരുത്, എനിക്കതറിയില്ല. ഈ ഇപ്പൊ പറയുന്ന ഈ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അച്ഛൻ പഠിപ്പിച്ചിരുന്ന ഈ ബാലപാഠങ്ങൾ എന്നൊക്കെ തന്നെ താങ്കൾ ഇപ്പൊ ഈ ഒരു വലിയ സ്ഥാപനത്തിന്റെ ഒരു MD ആയിട്ടും ചെയർമാനായിട്ടും ഇരിക്കുമ്പോൾ ആ ടീമിലേക്ക് നിങ്ങളുടെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെയാണ്? ഇവരെ കമ്പനിയിലുള്ള ഒരു ടീം, ഒരു കൾച്ചർ, ഒരു ഫാമിലി മോഡിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ടീമിനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ നോക്കാറുണ്ട്. എല്ലാ അറിവിൻ്റെയും കേന്ദ്രം എന്നുള്ള രീതി ഞാൻ അവരുടെ അടുത്ത് ഒരിക്കലും ഉണ്ടാവാറില്ല. അവരിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേത് സ്ഥാപനത്തിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് എൻ്റെ ഓഫീസിലെ ഹയർ ഓഫീസേഴ്സിനൊക്കെ ചോദിച്ചറിയാം. അവരെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കട്ടെ എന്നാണ് പറയാറ്. ഞാൻ ഒരു നല്ലൊരു ലിസണർ ആവാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇത് എൻ്റെ സ്ഥാപനത്തിലെ ഇവിടെ നിന്ന് ജോലി ചെയ്ത് പോയവരും വേറെ സ്ഥാപനങ്ങൾക്ക് പോയവരും നിൽക്കുന്നവരും ഒക്കെ ചോദിച്ചാൽ അറിയാം. അവരെ കേൾക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാവാറുണ്ട്. എങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടതെന്ന് വെക്കാറുണ്ട്. പക്ഷെ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അതിൽ നല്ല സാധനം ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ നമ്മുടേതായ രൂപത്തിൽ എപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഒരു ലീഡർക്ക് വേണ്ട ഒരു വിനയവും റെസ്പെക്റ്റും ഒക്കെ നമ്മൾ എപ്പോഴും ചെയ്തു പോകാറുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു ലീഡറെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഊർജം അവർക്ക് പകരാൻ പറ്റുള്ളൂ. താങ്കളുടെ സ്ഥാപനത്തിന് ഒപ്പം താങ്കളുടെ കൂടെ നിൽക്കുന്നത് താങ്കളുടെ വൈഫാണ്, ആസ് എ CEO മിസ്സസ് ഉമ അനിൽകുമാർ. അപ്പോൾ ഈ പാർട്ട്ണർ, പ്രൊഫഷണൽ, വൈഫ്, കപ്പിൾ, ഈ ഒരു ബിസിനസ് ഇക്വേഷൻ എങ്ങനെ? അത് വളരെ യാദൃശ്ചികമാണ്. കാരണം എൻ്റെ വൈഫിന് ഒരിക്കലും അങ്ങനെ പുറത്തേക്ക് വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ ഇരിക്കാന്നുള്ള ഇഷ്ടമായിരുന്നു. ഗവൺമെന്റ് ജോബിന് ചാൻസുകൾ ഉണ്ടായിട്ടുണ്ട് തുടക്കകാലത്ത്. ബാങ്കുകളുടെ സെക്രട്ടറി ആവാനൊക്കെ വിളിച്ചിട്ടുണ്ട്, അപ്പോഴും പോയിട്ടില്ല. പൊളിറ്റിക്സിലേക്ക് ഓരോരുത്തർ വിളിച്ചിട്ടുണ്ട്, അപ്പോഴും പോയിട്ടില്ല. മുനിസിപ്പലും അതിനൊക്കെ വിളിച്ചിട്ടുണ്ട്, അപ്പോഴും പോയിട്ടില്ല. ആൾക്കാരുടെ വീടും കുടുംബം എന്നുള്ള രൂപത്തിൽ മാത്രമാണ് ചെയ്യാറ്. ഈ ഐസിൽ ഫിൻകോപ്പ് എന്ന് പറഞ്ഞ സാധനം 2012 ഒരു ജൂലൈ മാസത്തോടു കൂടി ഇതിന്റെ രൂപവും ഘടനയും ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് അതുവരെ തിരിയാനക്കുടയിൽ മാത്രമല്ല സ്ഥാപനം, ചെന്നൈയിൽ രജിസ്റ്റേർഡ് ഓഫീസായിട്ടുള്ള. അവിടെ നിന്നാണ് ഈ ബ്രാഞ്ച് 2013 നമ്മൾ ബ്രാഞ്ച് ഇട്ട് തുടങ്ങണം. വിത്തിൻ ഷോർട്ട് പീരീഡിലാണ് ഇരിക്കുന്ന ബ്രാഞ്ച് ഉണ്ടായി ഇത്രയും വലിയ ബ്രാൻഡായി മാറാനും കഴിഞ്ഞത്. അപ്പോൾ അവിടെ ഒതുങ്ങി നിൽക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അതങ്ങനെ ചേഞ്ച് ചെയ്യാൻ നേരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ലേഡിയാണ് AGM പോസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ഒന്ന് അവസാനിപ്പിക്കണം, വെറും 2-3 മാസം കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരാണ് വാസ്തവത്തിൽ ഉമ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട്, ഉമ ഇരിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അവരിരുത്തിയിട്ട് അവർ ഡിക്ലെയർ ചെയ്യാണ് ഇതാണ് GM. അപ്പൊ ഞാൻ പോലും പിന്നീട് അറിയണേ സ്റ്റാഫിനോടൊക്കെ. അപ്പൊ ഇതാണ് GM എന്നുള്ള രൂപത്തിൽ അവർ ഡിക്ലെയർ ചെയ്യാം. അപ്പൊ നോക്കട്ടെ, എന്തായാലും
ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അതെ. പക്ഷെ അവിടെ നിന്ന് എനിക്ക് മറ്റൊരു കൂടി പറഞ്ഞു കൊടുക്കാൻ തന്നെ കഴിയണം. എല്ലാവരിലും കഴിവുകളുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ പണി കിട്ടിയാലേ അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കാൻ കിട്ടാത്തതുകൊണ്ടായിരിക്കാം പലർക്കും ആ കഴിവുകൾ പുറത്തേക്ക് വരാത്തത്. വാസ്തവത്തിൽ ഇവിടെ അവർ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം കൊണ്ടു നടക്കാവുന്ന എല്ലാ ക്വാളിറ്റിയും ഉള്ള ആളായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരു നല്ല പ്രൊഫഷണൽ ആണെന്ന് പറയാം. വെരി ഗുഡ്. അതെ, ഞാൻ അവരുണ്ടായിരുന്നെങ്കിൽ ചോദിക്കുമായിരുന്നു നിങ്ങളുടെ രണ്ടുപേരെയും. ഇപ്പൊ ഈ ഒരു ഹെൽത്തി ഡിബേറ്റ് വരുമല്ലോ, ഭാര്യ ഭർത്താവ് വേറെ, എന്നാലും ഒരു MD and CEO നമുക്കറിയാലോ എവിടെയെങ്കിലൊക്കെ. അപ്പൊ ഈ ഡിബേറ്റ്സുകളും ഹെൽത്തി ഡിബേറ്റ്സുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷനിലേക്ക് എത്തിക്കാറ്? വളരെ മുമ്പ് തന്നെ നമുക്കുള്ളൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ കുടുംബമായിട്ട് വളരെ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചർച്ച ചെയ്യും, ഡിസ്കഷൻ നടത്തും. തുടക്കത്തിൻ്റെ കുട്ടികൾ പറയാറുണ്ട്, ഇവിടെ വന്ന ഓഫീസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ പിന്നെ അങ്ങനെ പറയാറുണ്ട്. പിന്നീട് അവരും ഇതിന്റെ ഭാഗവാക്കുകളായി തുടങ്ങി. എൻ്റെ മോള് വരെ ചിലപ്പോൾ ഫോൺ, ഇപ്പോൾ മെഡിസിൻ ലാസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്, ഫോൺ ചെയ്തിട്ട് ഇന്ന് എന്തൊക്കെ ഉണ്ടായി, ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലാണ്ട് കാലത്തൊട്ട് നേരം വരെ എന്തുണ്ടായി, ഓഫീസിൽ പോയിട്ട് അങ്ങനെ കുത്തി എല്ലാ കാര്യങ്ങളും. അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയണം. മോനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടി, ഒരു മോനും 4 പേരും കൂടി എല്ലാ കാര്യങ്ങളും കോൺകോളിലൂടെ ഡിസ്കഷൻ നടത്തുന്ന രീതി വളരെ ഉണ്ടായിരുന്നു. വീട്ടിലായാലും ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും വീട്ടിൽ ബന്ധുക്കളും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കണ്ണുകൊണ്ട് കാറ്റി കഴിഞ്ഞാൽ ആകെ പോയി. അപ്പൊ എല്ലാവരും കൂടി 2 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ കോർണറിൽ, അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ ഇവരും തൊട്ട് അവിടെ പോയി കൊടുക്കണം. പക്ഷെ മറുപടി മറ്റവർക്ക് കൊടുക്കാനുള്ളത് ഒരാൾ പോയിട്ട് ഫോൺ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ധാരാളം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു ബിസിനസ്സിനെ കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതി. നല്ല കാര്യം. താങ്കളുടെ അച്ഛൻ താങ്കൾക്ക് അക്കൗണ്ട്സ് പറഞ്ഞത് താങ്കൾ മക്കൾക്ക് എന്താണ് പറഞ്ഞു കൊടുത്തത് ഒരു രാത്രി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും? ഞാൻ ഒരു രാത്രി കൊണ്ട് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും മക്കളെ ചെറുപ്പം മുതൽ മക്കളെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ മക്കൾ കൂടെ ഇരിക്കുമ്പോൾ മക്കളെ കേൾക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാനും വൈഫും പറയുന്നത്, മറ്റുള്ളവരോടും പറയുന്നത് മക്കളെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരും ഒന്ന് പറയാ, ഞാൻ ഇവിടെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഇവിടെ പലതും എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് സ്റ്റാഫിനൊക്കെ, മോൻ തന്നെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് പറയുക, അല്ലെങ്കിൽ മോള് പോയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ അച്ഛനമ്മമാർ എന്ത് ചെയ്യുക, അത് അപ്പം തന്നെ അതിന് ചെയ്യാൻ പാടില്ല, അതാണ് ഇതെന്നൊക്കെ പറയും. ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യാറില്ല. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആയിക്കോട്ടെ എന്ന് പറയും, മിണ്ടില്ല. പിന്നീട് ചിലപ്പോ 2, 3, 4 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ വരുമ്പോ, അതെ മോൻ അന്നൊരു കാര്യം ഇങ്ങനെ പറഞ്ഞില്ലേ, അത് നമുക്ക് ചേർന്നതല്ല. വാസ്തവത്തില് അതാണ് നല്ല രീതി. കാരണം എന്താണെന്നറിയോ, ഒറ്റയ്ക്ക് നമ്മൾ ചാടി കടിച്ച് പറയുമ്പോ ഈ അച്ഛനോടൊന്നും പറയാൻ പോണ്ട, നമ്മൾ എന്തിനത് പറയാൻ പോണ, മിണ്ടാണ്ടിരുന്ന കാര്യം കഴിഞ്ഞില്ലേ. അപ്പൊ അവരൊന്നും നമ്മളോട് പറയില്ല. ഇപ്പൊ നമ്മളെ മക്കള് പോയിട്ട് സ്കൂളിൽ പോയി അങ്ങനെ കളിയാക്കണതോ എന്തും പെൺപിള്ളേര് തമ്മിൽ കളിയാക്കണതോ ഒക്കെ വന്ന് പറയും, അച്ഛാ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അപ്പൊ അത് ആ ഒരു ഇതിൽ വരുമ്പോൾ കുട്ടികൾ നല്ല ട്രാക്കിലേക്ക് പോകാനും കൂടി അതൊരു വലിയ സഹായമാണ്. പിന്നെ ഒരു അച്ഛനമ്മമാരെ സംബന്ധിച്ച് കുട്ടികളെ കേൾക്കണം, അവരാണ് നമ്മുടെ അധ്യാപകർ, ടീച്ചേഴ്സ് എന്ന് ഒരിക്കലും അത് ഉറപ്പാണ്. നമ്മളെക്കാൾ അവർക്കാണ്, കാരണം പുതിയ കാര്യങ്ങൾ വരല്ലേ. എന്റെ മകനൊക്കെ കേട്ട നല്ല മ്യൂസിക് ടു ദ ഇയേഴ്സ് ആയിരിക്കും. സർ, കമ്മിങ് ടു ICL Fincorp, ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻ ബിസിനസ് നടന്നിട്ടുണ്ട് അല്ലെ? ഫ്രം ഗോൾഡ് ലോൺ ആണെങ്കിലും ഡിബെഞ്ചേഴ്സ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിലും, അതിലേക്ക് ആ ഡൈവേഴ്സിഫിക്കേഷൻ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നത്? ICL Fincorpന്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏതൊരു സ്ഥാപനം വളർന്നു വരുമ്പോൾ പബ്ലിക് ഫണ്ട് ഇല്ലാണ്ട് വളരാൻ പറ്റില്ല. ഓൺ ഫണ്ട് കൊണ്ട് ഒരിക്കലും ബിസിനസ് ഇല്ല. ഞാൻ പറയും ബിസിനസ്സിൽ ഓൺ ഫണ്ട് അല്ല, പബ്ലിക് ഫണ്ടാണ്. അത് വളരെ സേഫാക്കി ചെയ്യുക എന്നുള്ളതാണ്. ICL Fincorp ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റാണ്, ഇൻവെസ്റ്റ്മെന്റ്സിലൊരു പ്രൊഡക്റ്റാണ്. കാരണം NBFCയിൽ മറ്റു ഡെപ്പോസിറ്റൊന്നും എടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഡിബെഞ്ചേഴ്സാണ് നമ്മൾ എടുക്കണത്. ഇപ്പൊ പബ്ലിക് NCDകളൊക്കെ ഇപ്പൊ പബ്ലിക് NCD നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ പബ്ലിക് NCDയൊക്കെ എല്ലാം വളരെ നേരത്തെ തന്നെ പൂർത്തീകരിക്കുന്ന രൂപത്തിൽ ഉണ്ടായിട്ടത് 9ാമത്തെ എഡിഷനാണ്. പിന്നെ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗോൾഡ് ലോണാണ്. അപ്പൊ ഗോൾഡിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഉള്ളത്. അപ്പൊ ഈ പബ്ലിക്കിനെ സേഫ് ആക്കുക എന്നുള്ള ഒരു രീതി അതിലുണ്ട്. മറ്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് കമ്പനീസ് ആണ്. ഒന്നും ICL Fincorpന്റെ ഫണ്ട് ഒരിക്കലും നമ്മൾ വേറെ ഒന്നിലേക്ക് യൂട്ടിലൈസ് ചെയ്യാറില്ല.
ഇവിടെ തന്നെ ഇപ്പോൾ MSME ലോൺ ചെയ്യാനൊക്കെ ബോർഡ് തന്നെ ഡിസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഗോൾഡിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ധാരാളം ചാൻസുകൾ നമുക്ക് സാധ്യത ഉള്ളപ്പോൾ നമ്മൾ വേറെയിലേക്ക് ഒന്നിലും അങ്ങനെ തിരിഞ്ഞു പോയിട്ടില്ല. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ICL ഫിൻകോർപ്പിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആൻഡ് ഇപ്പൊ 300 ബ്രാഞ്ചിലേക്ക് മാറി എന്ന് പറഞ്ഞു. അതായത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു ഡിസിഷൻസും അതല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു സാഹചര്യങ്ങൾ എങ്ങനെയാണ്? അതിപ്പോൾ നമ്മൾ ഈ പല സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അതിലൂടെ സഞ്ചരിക്കണം നമ്മൾ ശരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം പല ബാങ്കിങ് സേവനങ്ങളും സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ കഴിയുന്ന രീതിയിലില്ല. കാരണം കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുക. ഒഡീസിൽ തന്നെ ഞങ്ങളുടെ ബ്രാഞ്ച് ഭുവനേശ്വറിൽ നിന്ന് 200 കിലോമീറ്റർ അപ്പുറത്താണ്. അത് ഇട്ടപ്പോൾ അവിടുത്തെ ആൾക്കാർ പടക്കം പൊട്ടിച്ചും ചണ്ടയൊക്കെ കൊട്ടി ആഘോഷിക്കുന്ന രീതി. കാരണം ഇവിടെ ബാങ്ക് വന്നെന്നാ പറയണവര്, NBC വന്നൊന്നും പറയണില്ല, ബാങ്ക് വന്നെന്നാ പറയണത്. അവിടെ അവർക്ക് ചെറിയ ചെറിയ ഗോൾഡ് വെക്കാനും അവർക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താനൊക്കെ ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് സ്വർണം കയ്യിലുണ്ടെങ്കിൽ തന്നെ വെക്കാൻ പറ്റില്ല. പിന്നെ അതിലൂടെ അവർ പണം മറ്റു ബാങ്കുകളിലേക്ക് ചെറുതായാലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് അവർ പഠിച്ചു. കാരണം ഇവിടെ അങ്ങനത്തെ പണം എടുക്കാൻ പറ്റില്ല. ഇവിടെ ഡിബഞ്ചറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഡിബഞ്ചർ ആകുമ്പോൾ അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പബ്ലിക് NCD ആണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്തേ പറ്റുള്ളൂ. പിന്നെ പ്രൈവറ്റ് NCD ആണെങ്കിൽ അതിപ്പോൾ അതിനും ഈ ഡിമേറ്റ് സിസ്റ്റം ഒക്കെ വന്നപ്പോൾ ഇവർക്ക് അത് പ്രയോഗിക്കുകയാണ്. അപ്പം ഇവിടെയുള്ള സ്റ്റാഫുകൾ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കും, ഇന്ന സ്ഥലത്ത് പോയിട്ട് ബാങ്കുകളിൽ ഇടാം. അപ്പം അവർക്കൊരു അവയർനെസ്സും കൂടി കിട്ടാവുന്ന രൂപത്തിൽ ആയിട്ടുണ്ടെന്നും ധാരാളം ബാങ്കിങ് സെക്ടറുകളായാലും NBFCകളായാലും ഈ രാജ്യത്തിൻ്റെ റൂറൽ ഏരിയകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ എത്തിച്ചേരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഇനിയും ബ്രാഞ്ചുകൾ ഇടുമ്പോൾ തീർച്ചയായിട്ടും റൂറൽ ഏരിയകളെ പോകും. ഇപ്പോൾ ബീഹാർ പോലുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രാഞ്ചുകളൊക്കെ ഇട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പാറ്റ്നയിൽ ഇട്ടുണ്ട്. ഇപ്പോൾ ഗയയിൽ ഇടാമുണ്ട്. ഗയ എന്നൊക്കെ പറഞ്ഞാൽ വളരെ റൂറൽ വളരെ പിന്നീടുള്ള തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങളാണ്. ഒരുപാട് ആളുകൾ ഏറ്റവും അധികം മനസ്സ് തട്ടിയൊരു സംഭവം ഉണ്ട് ഈ അടുത്ത കാലത്ത്. നമുക്ക് ഏറ്റവും തട്ടിയെന്ന് പറയുന്നത് ഒരു ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ ഉണ്ടായൊരു സംഭവം. ഞങ്ങൾ തൊഴാൻ പോയിട്ട് ഇങ്ങനെ തിരിച്ചു പോരാൻ പോകുമ്പോൾ പെട്ടെന്ന് വൈഫ് ഇങ്ങനെ നിർത്തി. അത് നമ്മൾ പല ഇതിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു വയസ്സായ ആള് ഇരിക്കുകയാണ്, മോനെ എന്ന് വിളിച്ചോണ്ടിരിക്കണേ. അപ്പോൾ വൈഫ് നിർത്തിയത് ഇവർക്ക് ആള് തെറ്റിപ്പോയിട്ടാണ് എന്നുള്ള ധാരണ കൊണ്ടാണ്. പക്ഷെ അവരെ അവിടെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. പിന്നെ അത് നമ്മളൊന്ന് ഇടപെട്ട് പോലീസിലൊക്കെ വിളിച്ച് ഇവരെ കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്ത് അവർ വീടും കാര്യമൊന്നും അവർക്ക് അറിയില്ല, അതിനുള്ള ഓർമ്മയില്ല. എൻ്റെ മോൻ ഇവിടെ ആക്കിയെന്ന് പറയാനുള്ളത് മാത്രമേ അവർക്ക് പറ്റുന്നുള്ളൂ. അന്നാണ് നമ്മൾക്ക് തീരുമാനിച്ച് ഇത്തരം ആളുകൾക്കൊക്കെ ഉപകാരപ്രദമായി എന്തെങ്കിലുമൊക്കെ വേണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ച് പോയൊരു രീതി. ശരിക്കും മനസ്സിൽ തട്ടിയൊരു സാധനം അത് തന്നെ. സാറേ, മണിപ്പൂരിലൊരു പ്രശ്നം വന്നപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് ആൾക്കാർക്ക് സഹായം ചെയ്യണ്ടായി അല്ലേ? മണിപ്പൂരിലുണ്ടായ ഒരു കലാപം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് അനുഭവമില്ല, പേപ്പറുകളിലൂടെയും വാർത്താ മാധ്യമങ്ങളോടൊക്കെ അറിവുള്ളൂ. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഭീകരത മനസ്സിലാവുമല്ലോ. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു പോയിട്ട് ആരും ഇല്ലാണ്ട് ഈ കുട്ടികൾ പോലും അവിടുന്ന് ഓടി രക്ഷപ്പെടാമെന്നാണ് പറയുന്നത്. സെൻറ് ജോസഫ് കോളേജിലെ പ്രിൻസിപ്പൾ നമ്മളോട് വിവരിച്ചത് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോകുന്ന രൂപത്തിലൊക്കെയാണ് അവിടെ, അല്ലെങ്കിൽ ഇവർ തന്നെ കുഴപ്പമാണെന്ന് പറയണത്. അപ്പോൾ അവരെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു 19 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട. അതിലിപ്പോൾ പലരും കഴിഞ്ഞിപ്പോൾ 2-3 കുട്ടികൾക്ക് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ പല ആളുകൾക്കും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. നമ്മളത് പല സ്ഥലത്തും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവൻ വാഴച്ചാലില് ആദിവാസി അത് നമ്മളൊരു ഏതാണ്ട് 5 കൊല്ലത്തോളായിട്ട് ഈ ചാലക്കുടി MLA സനീഷ് കുമാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ ഒക്കെ പറയും, എന്തെങ്കിലും ഈ ആദിവാസികൾക്ക് ചെയ്തു കൊടുക്കണം, അവർക്ക് റോഡില്ല, ഇതില്ല. അപ്പോൾ അങ്ങനെ വന്ന് നമ്മളൊരിക്കൽ കാണാൻ പോയപ്പോഴാണ് നമുക്ക് അവരുടെ ഒരു അവസ്ഥ മനസ്സിലായി. അപ്പോൾ നമുക്ക് തോന്നി ഒരു ചെറിയ ഗ്രാമം എടുത്തിട്ട് അവർക്ക് ഈ സർക്കാർ തലത്തിലൊക്കെ കിട്ടിയ സാധനമൊക്കെ ചോർന്നൊലിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതുമേ ഈ പുല്ലും ഇതൊക്കെ ഇട്ടേക്കാണ്. ഭയങ്കര അവസ്ഥ, ശോചനീയ അവസ്ഥയാണ്. നമ്മുടെ വലിയ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പം അത് നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നല്ല വെളിച്ചം,
റോഡും അവർക്ക് കിടന്നുറങ്ങാവുന്ന ഒരു സംവിധാനം. അതിൽ അവർക്ക് പേടി ഉണ്ടാവില്ലായിരിക്കും, നമുക്കത് പേടി തോന്നുന്നത് ഇതിനുള്ളിൽ എങ്ങനെ കിടന്നുറങ്ങണേ എന്നുള്ളത്, മൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ. അപ്പം അങ്ങനെ ഒരു സംവിധാനം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുടക്കം ഇട്ടിട്ടുണ്ട്. അവിടെ ഏകദേശം 35ഓളം വീടുകളുണ്ട്. അതിപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5-10 വീടായി എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാം. അത്തരം ഈ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സമൂഹത്തിന് തിരിച്ചു ചെയ്യും, ഗിവിംഗ് ബാക്ക് ടു കമ്മ്യൂണിറ്റി, അത് വന്നത് വീട്ടിൽ നിന്നാണോ, അച്ഛനിൽ നിന്നാണോ? തീർച്ചയായിട്ടും ആണ് എന്ന് പറയാൻ പറ്റും. പിന്നെ പഠിക്കുന്ന കാലം തൊട്ടേ നമുക്ക് ഇങ്ങനെ ഒരു ഈ രീതിയിലേക്കുള്ളൊരു പ്രവർത്തനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മക്കളും ആ രീതിയിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു സഹായം ആവശ്യപ്പെടുത്താൻ, ആ സഹായം ജനുവിലാണെങ്കിൽ എങ്ങനെയും ആ സഹായം ചെയ്തു കൊടുക്കുന്നതിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ അതിനൊരു പരസ്യമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല. ചിലർ ക്യാമറയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാറില്ല. അതാ ഞാൻ ചോദിച്ചത്. പരസ്യം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു, താങ്കളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ഒന്നും സാക്ഷാൽ മമ്മൂക്കയും സാമന്തയാണ്. അതിലേക്ക് എത്താനുണ്ട്. മമ്മൂക്ക അങ്ങനെ തോന്നിയ പോലെ ബ്രാൻഡ് അംബാസഡർ ആവാൻ നിൽക്കുന്ന ഒരാളല്ല. പ്രത്യേകിച്ച് ഇതൊരു സാമ്പത്തിക സ്ഥാപനം കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നോക്കിയിട്ടല്ലാണ്ട് ചെയ്യില്ല നമുക്ക് നല്ലോണം അറിയാം. പിന്നെ മമ്മൂക്കയുടെ പ്രസൻസ് എന്ന് പറയുന്നത് മറ്റു പല ബ്രാൻഡ് അംബാസഡേഴ്സ് നമ്മൾ സ്ഥിരം കാണുന്നതിനേക്കാൾ ഉപരി മമ്മൂക്കയ്ക്ക് ഒരു സുപ്പീരിയർ പവർ പോലെ അത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിന്റെ ബ്രാൻഡ് ആള് തന്നെ ആകണം എന്ന് നമ്മൾ വിചാരിച്ചു. ഇനിയും ആൾ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പഠിച്ചൊരു ഇതുണ്ടോ? ഞാൻ ഈ ആളെ കാണുമ്പോഴൊക്കെ എന്നോട് പറയുന്നത് അതേല്ലേ, നിങ്ങൾ വെറുതെ അങ്ങനെ നടന്ന കാശ് കളഞ്ഞിട്ട് കാര്യമില്ല. ഒരു 5 കുട്ടികളൊക്കെയെങ്കിലും ഹാർട്ട് മാറ്റിവെക്കാൻ സഹായിക്കും, ആ പുണ്യം നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും ചെയ്യും. അപ്പം എപ്പോൾ കാണുമ്പോഴും ഇപ്പം ഞാൻ ഹൈദരാബാദിൽ മമ്മൂക്കയായിട്ട് ഇങ്ങനെ കാറിൽ യാത്ര ചെയ്തപ്പോഴും നമുക്ക് ആ കാറിൽ നിന്ന് ലൊക്കേഷനിൽ നിന്ന് പോയിട്ട് ഹോട്ടലെത്തുന്നവരെ പറയുന്നത് ഈ ചാരിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഒരിക്കലും ഞാൻ തിരിച്ചു പറഞ്ഞിട്ടില്ല. ഞാൻ കുറേ ചാരിറ്റി ചെയ്യുന്ന ആളുകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ കേൾക്കേണ്ട ഏറെ ഇലപെട്ടുണ്ടാവും. ഞാൻ നോക്കാം നമുക്ക് ആലോചനയുണ്ട്, നമുക്ക് നോക്കാം എന്നൊക്കെ പറയാൻ അല്ലാണ്ട് ഒന്നുമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നൊന്നും അറിയാത്ത ഒരാളായിട്ട് പോലും ആ ആൾ എന്നോട് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോടൊക്കെ ആള് പറയുന്നത് ഇത് തന്നെയായിരിക്കും. സിനിമയായിട്ട് ബന്ധമുണ്ട്, കുറച്ച് സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഒരു ഇതല്ല, യാദൃശ്ചികമായിട്ട് വന്ന് പെട്ടതാണ്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ, വേറെ ഒന്നും കോ പ്രൊഡ്യൂസറായിട്ട് ചെയ്യാൻ പറ്റി. താങ്കളുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് വരട്ടെ, ഗോൾഡ്. ഈ നാട്ടിലെ ആൾക്കാർക്ക് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഗോൾഡിനോട്, ആ യെല്ലോ മെറ്റലിനോടുള്ള ഒരു ആഗ്രഹം, അതെങ്ങനെ വരാം? എനിക്കങ്ങനെ ഗോൾഡ് ഇഷ്ടമുള്ള ആളല്ല. എനിക്ക് ഗോൾഡ് അലർജി ഇട്ടു. താങ്കൾക്ക് എന്നെ പഠിക്കില്ല എന്നാ ഞാൻ പറയാം. സ്വർണ്ണം ഇട്ടാ അപ്പം മേത്തൊക്കെ ഇങ്ങനെ ചെറിയ തരുതരുമാരി വരും. അതുകൊണ്ട് സ്വർണ്ണം ഇടാറില്ല. കുറച്ച് നാൾ ഇടാണ്ടി വന്നിട്ട് പിന്നീട് ഇടുമ്പോൾ പറ്റും. എൻ്റെ വയസ്സിൽ തന്നെയായിരുന്നു ഇത്. ഞാൻ കല്യാൺ രാമൻ സാറിന് ഇന്റർവ്യൂ ചെയ്തപ്പോ സാറ് കണ്ടിട്ടുണ്ടോ ഗോൾഡ് അലർജി ആയിട്ട് ആളെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ കണ്ടോളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ അറിയാം, അത് കല്യാണിന് ഗോൾഡ് ഇടാണ്ടാ. അപ്പൊ അതുമാതിരി എന്താണ് ആൾക്കാർക്ക് ഗോൾഡിനോടുള്ള എത്ര ഇഷ്ടം? ഗോൾഡ് ഒരു ഇമോഷണൽ അസറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ ഗോൾഡ് ഇപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വന്നു. നമ്മൾ വിചാരിക്കും കേരളത്തിലാണ് എന്നുള്ളത്. പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും, ഇപ്പൊ ആന്ധ്രയിലും തെലുങ്കാനയിലൊക്കെ ആണെങ്കിൽ തോലക്കണക്കിനാണ്, ഇവിടെ പാവം കണക്കിനാണ്. ശബരിമലയിൽ നിന്നും ഗുരുവായൂരൊക്കെ വന്ന് കൊടുക്കണ കാണുമ്പോൾ 10 റുപ്യ നിൽക്കുമ്പോ ഇവര് സ്വർണ്ണമായിട്ടാണ്. പക്ഷെ ഈ സ്വർണം ഇപ്പൊ ഗോൾഡ് ലോണും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങള് സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമി അത് ചേഞ്ച് ചെയ്യിക്കുവാൻ ഇതിന് വളരെയധികം കഴിയും. ഇന്ത്യൻ എക്കണോമിയിൽ വളരെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ഗോൾഡ് ലോൺ എന്ന് പറയുന്ന സെക്ടർ. കാരണം നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന ഗോൾഡ്, ഒരു ഗോൾഡ് അനലൈസേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം 5 ട്രില്യൺ ഗോൾഡ് ഉണ്ടെന്നാണ് പറയണത് ഇന്ത്യയിൽ മാത്രം. അപ്പോൾ ആ ഗോൾഡ് ഒരു ഭാഗം തന്നെ ഇത്തരം ഇതിലൂടെ വന്നാൽ ഇന്ത്യൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ വളരെയധികം മാറ്റങ്ങൾ വരുത്താവുന്ന ഒരു സംഭവമാണ്. ഈവൻ നമ്മുടെ ലോക്കറുകളിൽ ഇരിക്കുന്ന സ്വർണ്ണത്തിന് ആലോചിക്കാം. ആൾക്കാരുടെ കല്യാണം കഴിഞ്ഞാൽ ആരും അറിയൂടില്ല എവിടെയാണ് ഇരിക്കണേന്ന്.
പിന്നെ ആളുകൾക്ക് ഇതുണ്ടല്ലോ ഈ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇതിന്റെ റിപ്പോർട്ടുകളും ഒക്കെ വരുന്ന ഇത് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു 5 കൊല്ലത്തേക്ക് ഗോൾഡിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് അതിന്റെ പ്രൈസിനൊന്നും. പിന്നെ ഇപ്പൊ RBI ആണെങ്കിലും സ്വർണ്ണം ഗോൾഡ് ലോൺ കമ്പനികളൊക്കെ വളരെ നന്നായിട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നത് കൊണ്ടും ആളുകൾക്ക് സ്വർണ്ണ വായ്പ വെക്കാൻ വലിയ താല്പര്യമാണ്. പിന്നെ പെട്ടെന്നൊരു ആവശ്യം വന്നാല് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് സ്വർണ്ണ വായ്പ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല ബിസിനസ് ആളുകളും സ്വർണം ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്ന രീതിയുണ്ട്. കാരണം ബിസിനസ്സുകാരെ സംബന്ധിച്ച് പെട്ടെന്ന് ആവശ്യങ്ങൾ വരാം, ഉറപ്പായിട്ട് വരും. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് കിട്ടാവുന്ന പണം ഇതാണ്. സെക്യൂരിറ്റി കൊടുത്ത് എടുക്കണമെങ്കിൽ എന്തെല്ലാം പ്രൊസീജിയർ വേണം. ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടല്ലോ, ഇപ്പോഴത്തെ ജനറേഷനെ താങ്കൾ നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഹാൻഡിലിംഗ് മണി, അതിനെ പറ്റി ഒരു അഭിപ്രായം ഉണ്ടോ? ഹൗ ഷുഡ് അവർ ശരിക്കും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? നമ്മളൊക്കെ പഠിക്കുന്ന സ്കൂൾ കാലം തൊട്ട് സഞ്ചയിക എന്ന് പറയുന്ന ഒരു ഇതിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള താല്പര്യം കുട്ടികളിൽ ഉണ്ടാക്കി തുടങ്ങി. അതിനു മുമ്പുള്ള ആളുകൾക്കൊന്നും അങ്ങനെ അധികം ഇല്ല, അതിൻ്റെ മുന്നിലുള്ള വലിയ തലമുറയ്ക്കൊന്നും ഇല്ല. അപ്പോൾ ആ കുട്ടികളിൽ ആ ശീലം വളർന്നു വന്ന് തുടങ്ങുന്ന ഒരു കാര്യം തന്നെയാണ്. ചെറുപ്പക്കാർക്ക് കൊടുക്കാനുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ മണി എന്ന് പറയുന്നത് ഇതൊരു കയ്യിൽ നഷ്ടപ്പെടാൻ എളുപ്പത്തിൽ കഴിയും, കയ്യിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, സാമ്പത്തിക അച്ചടക്കം ആണ് നമ്മളിതിൻ്റെ ഏറ്റവും കൂടുതൽ അനിവാര്യമാവേണ്ടത്. പിന്നെ നമുക്ക് എന്ത് കിട്ടിയാലും ഒരു ഭാഗം ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ സേവ് ചെയ്യുന്ന രീതിയിലേക്ക് വരണം എന്ന് തന്നെയാണ് നമുക്ക് പറയാം. അത് പണ്ടൊക്കെ ഉണ്ടായിരുന്നതാവണം അല്ലേ? ഇപ്പൊ ഈ എനിക്ക് തോന്നിയിട്ടുണ്ട് സാർ എപ്പോഴും, അതായത് ശരിക്കുമുള്ള ഒരു മിസ്കൺസെപ്ഷൻ എങ്ങനെയാണ് ഫിനാൻസിനെ കുറിച്ച് ആൾക്കാർക്ക് ഒട്ടും അറിയാത്ത കാര്യങ്ങളാണ്. ആദ്യത്തെക്കാൾ ഉപരി ഇപ്പോൾ ഫിനാൻഷ്യൽ അവയർനെസ് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ഫിനാൻഷ്യൽ അനലൈസിസിന്റെ ആർട്ടിക്കിൾസ് വരുന്നു, ഒരുപാട് മാഗസിൻസ് വരുന്നു, ഒരുപാട് പിന്നെ ചെറുപ്പം മുതൽ ആൾക്കാർ പഠിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ അവയർനെസ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യം കൂടുതൽ കാണിക്കുന്നുണ്ട്, സേഫ് ആവാനും കാര്യങ്ങളും. അതൊരു ലോങ് ടൈം പ്ലാനിങ് തന്നെ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. കപ്പിൾസിന് ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാൻ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? വീടിന്റെ അകത്ത് ഒരു ഗ്രൂപ്പ് ചർച്ച ആവശ്യമാണ്. ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ ഭർത്താവ് വന്നിട്ട് അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറയുന്ന രീതി, അത് ചെയ്യാൻ മാത്രം ഭാര്യ ഇരിക്കുന്നു എന്ന് പറയുന്ന രീതി ഇപ്പൊ വേണ്ട. ഒരു സ്ഥാപനം എങ്ങനെയാണ് കൊണ്ടു നടക്കുക, അത് തന്നെയാണ് നമ്മുടെ വീട്. അപ്പൊ വീടിന്റെ അകത്ത് ഭാര്യയും മക്കളും അച്ഛനും ഇരുന്ന് ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോടെ പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫിനോടൊക്കെ പറയാറുണ്ട്, നമ്മളൊരു വീടിൻ്റെ അകത്ത് തന്നെ ഒരു പ്ലാൻ എഴുതിയിടാൻ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ കഴിക്കുന്നതിന് ശേഷം ആ പ്ലാൻ നമ്മളൊന്ന് വായിക്കുക. നമുക്ക് എന്തൊക്കെ വീട്ടിലേക്ക് വേണം, എന്തൊക്കെ ചെയ്യണം, കാറ് വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, എന്തൊക്കെ വേണം. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും മക്കളുടെ വിദ്യാഭ്യാസത്തിന് എങ്ങനെയാണ്, അതിനെന്ത് വരും, ഇതിന് വരും, കല്യാണത്തിന് വളരെ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരു വീടിൻ്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനും തീർച്ചയായിട്ടും കഴിയും. ഏറ്റവും അധികം താങ്കൾ കണ്ടെക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു തെറ്റ് എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് വരവിൽ കൂടുതൽ ചെലവ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ദൂർത്ത്, അതാണ് ഏറ്റവും കൂടുതൽ. ഒരു ബിസിനസ് നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ഇന്ന് തുടങ്ങിയാൽ നാളെ കാണാണ്ടാവില്ല. ഒരുപാട് കടകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മളൊരു റൗണ്ട് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഭാരത് ഹോട്ടലിന് എഴുതിയിട്ടുണ്ടെങ്കിൽ നാളെ ഇന്ത്യ കഫേ ആവും, പിറ്റേ ദിവസം വേറെ ഇതാവും. അങ്ങനെ ചേഞ്ച് ചെയ്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആള് പോയി, അതെങ്ങനെ പോയി വേറെ ആൾ വന്നു. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാത്തത് അവിടെ വരുന്ന വിറ്റുവരവ് മുഴുവൻ നമ്മുടെയാണെന്നുള്ള ധാരണയിൽ നമ്മൾ ചെലവഴിച്ചു വരുമ്പോൾ പിന്നെ മൂലധനം എന്ന് പറയുന്നത് സോഷ്യൽ ഒന്നും ഇല്ലാതെയാവും. നമുക്ക് നിർത്തി പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ വരവിൽ കൂടുതൽ ചെലവ് ചെയ്യാതിരിക്കുക. ലാഭത്തിൽ നിന്നൊരു ഭാഗം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, ബാക്കി ഭാഗം വീണ്ടും അതിൽ തന്നെ കൊണ്ടിട്ടാലേ അത് വളരുള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. എങ്ങനത്തെ തരം ഒരു ലീഡറായിട്ട് ആൾക്കാർ താങ്കളെ കാണുന്ന ആഗ്രഹം? എന്നെ ഒരിക്കലും ലീഡറായിട്ട് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നെ അവരുടെ ഇടയിലുള്ളൊരു ആള് എന്ന രൂപത്തിൽ കാണാൻ എനിക്ക് ആഗ്രഹമുള്ളൂ. പണ്ട് ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ലീഡർ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളായിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന, അവരുടെ സഹോദരനാവുന്ന, അവരുടെ അച്ഛനാവുന്ന, അല്ലെങ്കിൽ അവരുടെ മെന്ററാകുന്ന ഒരാളായിട്ട് നിൽക്കാനാണ് ആഗ്രഹം.
ഇതൊരു വളരെ ക്ലീശയുടെ ക്വസ്റ്റ്യൻ, പക്ഷെ താങ്കളുടെ മനസ്സിൽ താങ്കളുടെ ഒരു നാഴികക്കല്ലുകൾ ഉണ്ടാവും ICL കോർപ്പിന്. അങ്ങനെ ഒരു ഇങ്ങനെയാണ് എത്ര തെങ്ങിന്റെ അറ്റത്ത് എത്തണം എന്ന് അതെന്തായിരിക്കുന്നു? ICL ഫിൻകോർപ്പ് എനിക്ക് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും റൂറൽ ഏരിയകളിൽ ICL ഫിൻകോർപ്പ് ICL എന്ന നാമം എത്തിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഇവിടുത്തെ സാധാരണക്കാരൻ പോലും അത് എൻ്റെ സ്ഥാപനമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് അതിൻ്റെ അനുഭവങ്ങളുണ്ട്. കാരണം ഞാൻ ചില ദിക്കിലെ ബ്രാഞ്ചുകളൊക്കെ ഇട്ടപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളാണ് ഈ ബ്രാഞ്ചിനെ പ്രൊമോട്ട് ചെയ്തത്. അപ്പം ഞാൻ തന്നെ എൻ്റെ കൂടെയുള്ളവർ ഇവർക്ക് എന്ത് കിട്ടിയിട്ട് ഇവർ ചെയ്യണേ. അപ്പോൾ എനിക്കത് ഭയങ്കര അനുഭവമാണ്. ഈ ചില മേഖലകളിലൊക്കെ ഭയങ്കര അനുഭവം. കുഴൂര് പോലെയുള്ള മേഖലയിലൊക്കെ എനിക്ക് അവിടെ ഒരുപാട് ആളുകളെ അറിയാം. അറിഞ്ഞത് അവിടെ ഈ ബ്രാഞ്ച് ഇട്ടേ പിന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അവരാണ് വിളിച്ചത്, നിങ്ങൾ ആ ബാങ്കിലുള്ള സാധനം എടുത്തിട്ട് ICLലേക്ക് കൊടുക്കണം, നിങ്ങൾ ICL ചെയ്യണം, അത് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ വീടുകൾ ഈ വോട്ടെടുക്കാൻ ക്യാൻവാസ് ചെയ്യാൻ പോണ പോലെ ആളുകൾ അവരാണ് വീടുകളിൽ പോണ. സ്ഥാപനം വന്നിട്ടുണ്ട്, സ്ഥാപനം നമുക്ക് വേണം. അത് വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് പറ്റിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ICL ഫിൻകോർപ്പും ഈ കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻ, ആ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ICL ഉണ്ടാക്കിയെടുത്ത ട്രസ്റ്റ്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ എളുപ്പമല്ല. ട്രസ്റ്റ് ഒരിക്കൽ ബിൽഡപ്പ് ചെയ്താലും ആ ട്രസ്റ്റിനെ നിലനിർത്തി പോകാനും വലിയ പാടാണ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ട് ICLിലെ മാനേജ്മെൻറ്റും ICLിലെ ജീവനക്കാരും ഒത്തൊരുമിച്ച് ഉണ്ടാക്കിയ ആ ട്രസ്റ്റ് മാത്രമാണ് ഇത്തരം ICLിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് പോകാനുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായത്. പിന്നെ ഇതിനൊരു ഗ്ലോബൽ പ്രസൻസ് ICL ഫിൻകോർപ്പിന് പറ്റില്ല. ഇത് NBFC RBIയുടെ കുറേ നിയമങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമമൊക്കെ അനുസൃതമായിട്ടേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ICL ഗ്രൂപ്പ് കമ്പനീസിൻ്റെ രൂപത്തിൽ ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാകണം. ഇപ്പോൾ ദുബായിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്. അത് വേൾഡ് മുഴുവൻ തന്നെ ICL എന്ന് പറയുന്ന നാമം എത്തിക്കണം, ഒരു ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴേ താങ്കളുടെ ഒരു ചെറുപ്പകാലത്ത് ആ ചെറുപ്പകാലമായിട്ട് അനിൽകുമാറിനോട് ഒരു ഉപദേശം കൊടുക്കണമെങ്കിൽ അത് എന്തായിരിക്കും? ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് ഉപദേശം കൊടുക്കാന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് ഉപദേശം കൊടുക്കുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ മറ്റൊരാളുടെ പാഷൻ നമ്മുടെ പാഷനായിട്ട് കാണാതിരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് നമ്മുടേതായ പാഷൻ എന്താണെന്ന് കണ്ടെത്താം, ആ പാഷനിൽ സ്ട്രിക്ക് ഓൺ ചെയ്യുക. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. അത് പറയുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ എഴുതിയെന്നൊരു, അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് ഓട്ടോഗ്രാഫിൽ എഴുതിയെന്നൊരു വാചകമുണ്ട്: ബഹുമാനിക്കാൻ പഠിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആ ഒരു സാധനം ഇന്നും ഞാൻ കൊണ്ടെടുക്കാം. ഞാൻ പല മീറ്റിങ്ങുകളും പറയുന്ന ഒരു സാധനമാണ്. ഈ യുവതലമുറയോടും പറയാനുള്ളത് അത് തന്നെയാണ്. ബഹുമാനിക്കാൻ പഠിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക. അച്ഛനെയും അമ്മയും സ്നേഹിക്കാൻ പഠിക്കുക. നമ്മുടെ ചുറ്റുപാടുള്ളവർ നമ്മുടെ സഹോദരങ്ങളാണെന്ന് നോക്കുക. സർ, ഈ പുതുതായിട്ട് ബിസിനസ് ആരംഭിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സാർ അഡ്വൈസ്, എന്തെങ്കിലും താങ്കളുടെ ഒരു ജീവിത അനുഭവങ്ങളിൽ നിന്ന് എന്തായിരുന്നു? അവർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുതുതായിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മുടെ ബിസിനസ്സിൽ പറ്റണം. പഴയത് മാത്രം നമ്മൾ ചെയ്തിരിക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. പിന്നെ മറ്റുള്ളവരെ കണ്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മുടേതായ ബിസിനസ് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതായത് ഇപ്പോൾ ICLിനെ സംബന്ധിച്ച് പറയാൻ ചെയ്യാൻ നമ്മുടെ ആഡിലൊക്കെ കാണാം ഇൻ്റലിജൻസ് വോയിസ് ഉണ്ടാണ്. അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമ്മൾ ഇൻ്റലിജൻസ് ബുദ്ധിപൂർവമായ ഒരു തീരുമാനങ്ങൾ എടുക്കുക, അവരെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് ഒരു പ്രധാന ഘടകമാണ്. അതിന് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ലോൺ രംഗത്താണെങ്കിൽ നമുക്കൊരു സ്കീം ഉണ്ടെങ്കിൽ ആ സ്കീം നമുക്ക് വയബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ പോകരുത്. ആ സ്കീമിനപ്പം നമ്മളവിടെ കട്ട് ചെയ്തേക്കണം, പുതിയ സ്കീം ഇട്ടേക്കണം. അതാണ് ഒരു ഇൻ്റലിജൻസ് ഡിസിഷൻ എന്ന് പറയുന്നത്. അത് എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ട് നടന്നാൽ മാത്രമാണ് ബിസിനസ്. അതെ. അപ്പൊ ഇതില് ഈ പലരും നമ്മൾ കണ്ടേ ഷോർട്ട് കട്ടുകളിൽ കൂടെ മുന്നോട്ടേക്ക് പോകാനുള്ളൊരു ആസക്തി ആൾക്കാർക്ക് ഉണ്ടാവും. ഷോർട്ട് കട്ടിലൂടെ അല്ല പോകേണ്ടത്. ഞാൻ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞത് ശരിക്കും ഇന്റലിജൻസ് ഡിസിഷൻ. മമ്മൂക്ക ICL ഫിൻകോർപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ICL ഫിൻകോർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ്
വാങ്ങി മുന്നോട്ട് പോയ ഒരു സ്ഥാപനമാണ്. കസ്റ്റമേഴ്സ് തന്നെയാണ് ഈ സ്ഥാപനത്തെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു ട്രസ്റ്റുള്ള ഒരു സ്ഥാപനത്തിനെ ഇതൊരു അംബാസഡറായിട്ട് നമുക്ക് കേരളത്തിൽ നിന്നിട്ട് വരുമ്പോൾ അത് പ്രത്യേകിച്ച് ICLൻ്റെ ഒരു വളർച്ച ഈ കൂടുതൽ എത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണിക്കാവുന്ന ഈ സിനിമാ രംഗത്ത് ഉള്ളതാണെങ്കിൽ അതൊരു ട്രസ്റ്റ് ഫീൽ ചെയ്ത ഒരാൾ അത് മമ്മൂക്കയാണെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ മമ്മൂക്കനെ അംബാസഡറാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ താങ്കളുടെ ഒരു ജീവിതവുമായി യാത്രയിൽ നോക്കുമ്പോൾ ഒറ്റ വാക്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ 1991 തുടങ്ങിയത്, ഒറ്റ വാക്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു എന്താണ് മനസ്സിൽ വരുന്നത്? ഒരു വാക്ക്. വളരെ മൂല്യങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ ആരംഭം. തിരിച്ചു പറഞ്ഞാൽ വളരെ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ഒരു വിശ്വസ്തമായ ഒരു കൂട്ടം ആളുകളുടെ കൂടെയാണ് ഈ യാത്ര എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പേപ്പർ രാവിലെ വരുമ്പോഴേ സാധാരണ നമ്മൾ ഫ്രണ്ട് പേജ് ഉണ്ട്, സെക്കൻഡ് പേജ്, തേർഡ് പേജ് ഒക്കെ ഉണ്ട്. താങ്കൾ ആദ്യം നോക്കുന്ന പേജ് ഏതാ? എഡിറ്റോറിയൽ ആണല്ലേ? ഞാൻ വീട്ടിൽ നേരെ താങ്കൾ ബിസിനസ് പേജിലേക്ക് പോകും? ഇല്ല, ഇല്ല. എപ്പോഴും എഡിറ്റോറിയലേ വായിക്കുള്ളൂ. ഞാൻ എപ്പോഴും അതിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണ് പേപ്പർ വായനയിൽ. എല്ലാ ഇനി അച്ചപ്പറൊന്നും എനിക്കില്ല, ആ പേപ്പർ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എവിടേക്കെങ്കിലും പോകാൻ വല്ല എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ യാത്ര ചെയ്യാന്ന് വെച്ചാൽ ആ പേപ്പർ ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. ആ പേപ്പർ ഹൈഡ് ചെയ്ത് വെക്കുക. ആ പേപ്പർ കിട്ടിയ പക്ഷെ വെളിച്ചാകുമ്പോൾ ആ പേപ്പർ വായന ഒരു പ്രധാന അത് കുറഞ്ഞു വരും നമ്മുടെ നാട്ടിൽ. ഇപ്പൊ മക്കളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അവരെങ്ങനെയാണ് ഈ ബിസിനസ് ഒക്കെ നോക്കിക്കാണുന്നത്? മകൻ ഈ ബിസിനസിന്റെ ഭാഗമാണ് എന്തായാലും. മോൻ ഇപ്പൊ ഗ്ലോബൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദുബായിലൊക്കെ മോന് ബിസിനസ്സാണ് താല്പര്യം. മോൾക്ക് മെഡിസിൻ വലിയ താല്പര്യം ഉണ്ടെങ്കിലും മെഡിസിൻ കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ബിസിനസ് എന്ന് പറയുന്നുണ്ട്. മെഡിസിനിലാണ് ബിസിനസ്സുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ MBA എടുക്കുമെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. അവരവരുടെ ഭാവി തെരഞ്ഞെടുക്കട്ടെ. അപ്പൊ ഗ്ലോബൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ദുബായില് എന്താണ് ആക്ഷൻസ്? ദുബായിൽ നമ്മള് മെയിനായിട്ട് ടൂറിസം സെക്ടർ ഉണ്ട്. ടൂറിസം സെക്ടറിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ICL ലാമ ഡെസേർട്ട് സഫാരി ക്യാമ്പ് ഉണ്ട്. UAE ഏറ്റവും വലിയ ഡെസേർട്ട് സഫാരി ക്യാമ്പ് നമ്മുടെയാണ്. പിന്നെ ICL മറൈൻ ടൂറിസം ഉണ്ട്. അതില് ഇപ്പോൾ വുഡൻ മാനുഫാക്ചറിങ് ഡോഗ് ക്രൂയിസ് ഏറ്റവും വലുത് നമ്മുടെയാണ്. പിന്നെ കുറെ യാട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അമർസൺ ഡേയ്സ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ കുറേശ്ശെ ഡെവലപ്പ് ചെയ്ത് പോകുന്നു. മറ്റു സ്ഥലങ്ങളിലേക്കും പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ താങ്കളുടെ ആഗ്രഹങ്ങളിൽ ഒന്നും അതാണ് ടൂറിസം മേഖലയ്ക്ക് കിടക്കാൻ? ടൂറിസം ആദ്യമേ ഉണ്ട്. നമുക്ക് ICL ടൂർസ് ആൻഡ് ട്രാവൽസ് ഇരിയാലക്കൂടെ ഉണ്ട്. പിന്നെ ഇപ്പൊ അത് മുഴുവൻ സ്ഥലങ്ങളിലേക്കും നമ്മൾ വ്യാപിപ്പിക്കാനുള്ള ഒരു രൂപത്തിലാണ്. നമ്മളിപ്പോ UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷനിൽ അഫിലിയേഷൻ ഉണ്ട്. ICL ഇതിന് അഫിലിയേഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ആ സെക്ടർ ഇപ്പൊ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും ഈ ടൂറിസം വളരെ കൊണ്ടുപിടിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും യാത്ര വേണം. അതെ, എല്ലാവരും. നമ്മൾ ഇതിനു മുമ്പ് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് പോലും ഇതിനു മുമ്പ് ട്രാവൽ ചെയ്തിരുന്ന ആളുകളുടെ കണക്ക് നോക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ വളരെ കൂടുതലാണ് ഇതിന് ശേഷം ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക്. പിന്നെ ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെയുള്ള അതിരപ്പള്ളി കാണുന്നതിനേക്കാൾ കൂടുതൽ ജമ്മു കാശ്മീർ കാണാൻ പോകുന്ന പോലെ ആളുകൾക്കൊക്കെ എവിടെയൊക്കെ പോയി കാണണം. കോവിഡ് വന്നതിന് ശേഷം അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും പേടിയായിട്ടുണ്ട്. അപ്പൊ ഉള്ള കാലം നല്ലോണം എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ടൂറിസം വളരെ ഇതാണ്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനാണിപ്പോ ഈ ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ കൺട്രീസിന്റെ ഒരു 33 രാജ്യങ്ങളുടെ ഗുഡ്വിൽ അംബാസഡറാണ്. ഒപ്പം ക്യൂബയുടെ ട്രേഡ് കമ്മീഷണറുമാണ്. പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതകളുണ്ട്. നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. പക്ഷെ അവിടേക്കൊന്ന് എത്തിപ്പെടാനായിട്ടുള്ള വിമാന സർവീസുകളുടെ അപാകതയൊക്കെ ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് അവിടേക്ക് എത്താൻ പറ്റുക. ഇന്ന് അതിനൊക്കെ കുറെ കൂടി ലിബറലൈസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പല മേഖലകളും നമുക്ക് സാധാരണക്കാരും തുറന്നു കൊടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളാണ് പോകാത്തവർ. ഇപ്പൊ കൈലാസത്തിലേക്ക് പോകുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാട് എല്ലാവരും ഉണ്ടാവും. നമ്മളാണ് അതിൽ പോകാത്തവര്. അപ്പൊ എല്ലാവരും അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മേഖലകളിലേക്ക് ടൂറിസം ആരംഭിക്കണം, ടൂറിസം സെക്ടർ ആരംഭിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോ തീർച്ചയായിട്ടും അത് ഉമയുടെ ഒരു പാഷനാണ്. ടുലൈൻ എന്ന് പറഞ്ഞൊരു ലേഡീസ് ബ്യൂട്ടിക് ഡിസൈനർ സ്റ്റുഡിയോ ഉണ്ട്. അവിടെ സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ഉണ്ട്.
ഇരിങ്ങാലക്കുടയാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ വളരെ ആളുകളുടെ ഇടയിൽ വളരെ ബ്രാൻഡാവാൻ അതിനെ സഹായിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലെയുള്ള സ്ഥലത്ത് തുടങ്ങിയിട്ട് അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അത്രയ്ക്കുള്ള ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ നല്ല നല്ല മെറ്റീരിയലുകളും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് നേരിട്ടുള്ള പർച്ചേസിംഗ് ആണ്. ഇടയിൽ ആരും ഇല്ല. അവർ ഓരോ സ്ഥലങ്ങളിൽ പോവും, ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങും. ഇതിനിടയിലൊക്കെ അവരതിന് സമയം കാണും. അതിപ്പോ ഇരിങ്ങാലക്കുട ഉണ്ട്. തൃശ്ശൂർ പാലസ് റോട്ടില് അതിന്റെ ഒരു ഇതുണ്ട്. ഇപ്പൊ അതിന്റെ 2 ഷോറൂമുകൾ വരാൻ പോകുന്നുണ്ട്. ഒന്ന് തൃശ്ശൂർ ജയലക്ഷ്മിയുടെ തൊട്ടടുത്ത് വരാൻ പോകുന്നുണ്ട്. തൃശ്ശൂർ പൂത്തോൾ റോട്ടില് ഇപ്പൊ സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് അത് വരാൻ പോകുന്നുണ്ട്. പാലസിൽ റോട്ടിലുള്ള സ്വന്തം സ്ഥലം തന്നെയാണ്. പിന്നെ എറണാകുളത്ത് ഇപ്പൊ അതിന്റെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രംഗത്ത് കുറച്ചും കൂടി സജീവമാകണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് അങ്ങനെ ചെയ്യണമെന്നുള്ളത് ചെയ്തു പോരുന്നു. പിന്നെ ഗ്രൂപ്പ് കമ്പനീസിലൊരു മെഡിലാബ് ഐസ് എന്നും പറഞ്ഞിട്ട് ഇരിങ്ങാലക്കുട നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ കാലം. മെഡിലാബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു ലാഭത്തിനേക്കാൾ ഉപരി അത് നമ്മൾ ചാരിറ്റി പ്രവർത്തനം പോലെ ഇവിടുത്തെ ആളുകൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ. പക്ഷെ അവിടെയുള്ള എല്ലാ മിഷണറികളും കേരളത്തിൽ തന്നെ ഇല്ലാത്ത, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊക്കെ ഇറക്കിയ മിഷണറീസ് അതിലുണ്ട്. എല്ലാ സാധനവും അൾട്രാസൗണ്ട് സ്കാനർ പോലെ അത്രയും നന്നായിട്ട് പ്രിന്റ് കിട്ടുന്ന ഒരു സാധനം കേരളത്തിന്റെ തന്നെ ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റും. അത്രയും നല്ല ഇരിങ്ങാലക്കുടയാണ്. തുടക്കം ഇരിങ്ങാലക്കുടയാണ്. അപ്പൊ അത് ഫ്രീ ചെക്കപ്പ് ക്യാമ്പുകളും ഒക്കെ നടത്തുന്നുണ്ട്. ഒരു തവണ ഫ്രീ ചെക്കപ്പ് ക്യാമ്പ് നടത്തുമ്പോൾ വെളുപ്പിന് 4 മണി വരെ മുതൽ അവിടെ ക്യൂ നിന്ന സമയങ്ങളൊക്കെ ഉണ്ട്. 10,000 ആളുകൾ ഒരാഴ്ചയോളം ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ലാഭത്തിലുപരി ഒരു ഫാഷന്റെ ഭാഗം ഈ ആളുകൾക്ക് നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ഗുണകരമായിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഹെൽത്ത് ഇവരൊക്കെ ഡോക്ടർ ആവാനൊക്കെ പോകുമ്പോൾ മോള് കൃഷ്ണേന്ദു അവസാന വർഷ മെഡിസിൻ വിദ്യാർത്ഥിയാണ്. ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മോൻ കല്യാണം കഴിച്ചാണ്. കുട്ടിയും ഇപ്പൊ മെഡിസിനാണ്, ഹൗസ് സർജൻസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ പിന്നെ ഹെൽത്തിലേക്ക് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാളെ ഹോസ്പിറ്റലിലേക്ക് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മേ ബി സംഭവിക്കാം. അതെ, ഇന്റലിജൻസ് ആയിക്കോട്ടെ.